ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വെറൈറ്റി ഡിഷ് എന്താണെന്ന് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഫ്രൂട്ട് കസ്റ്റർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചൂടല്ലേ പുറത്ത്, അപ്പം ഞാൻ വിചാരിച്ചൊരു തണുത്ത സാധനം തന്നെ ഉണ്ടാക്കി കളയാന്ന്. അപ്പം നമ്മൾ ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കുന്നതിന് മുമ്പ് 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് ഒരു പാക്കറ്റ് പാൽ. അപ്പോൾ പാൽ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ ഫ്ലെയിം വെച്ചിട്ടും പാൽ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നല്ലോണം പാൽ ചൂടാക്കി എടുക്കുക വേണ്ട ആദ്യം തന്നെ. അപ്പം നമുക്ക് പാൽ ചൂടാക്കി എടുക്കാം. അപ്പം നമ്മളെ പാൽ ഏകദേശം ചൂടായി പതച്ച് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക പാല്. പതച്ച് വരുന്ന വരെ നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പം നമ്മൾ പാലിവിടെ പതച്ച് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. സ്പൂണ് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ ബൗളിൽ 1/4 ഗ്ലാസിൻ്റെ അളവിൽ പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് 3 ടീസ്പൂണിൻ്റെ അളവിൽ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ പാലാണ് ഞാൻ ഈ തിളച്ച് വന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, മിക്സ് ചെയ്ത പാൽ. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊന്ന് തിക്കായി വരുന്ന വരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. തിക്കായി വന്നതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തിക്കായി വരുന്ന വരെ നമ്മളൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ പാല് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കസ്റ്റേർഡ് പൗഡറിൻ്റെ ഫ്ലേവർ സ്ട്രോബെറി മിക്സാണ്. അപ്പോൾ എനിക്ക് ഈ ഫ്ലേവർ സ്ട്രോബെറിയിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഫ്രൂട്ടിൽ സ്ട്രോബെറി എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ? ചില ആൾക്ക് ചില ഇഷ്ടങ്ങളല്ലേ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. ഇത് സ്ട്രോബെറി മിക്സ് ആയതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് കളറുള്ളത് കേട്ടോ. നിങ്ങൾ ഏത് ഫ്ലേവർ എടുക്കുന്നോ അതിനനുസരിച്ചാണ് കസ്റ്റേർഡ് പൗഡർ ആ കളറിൽ ഉണ്ടാകുക. അപ്പം നമുക്കിത് തിക്കാവുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പം നമ്മളെ പാലിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് തണിയാൻ വെക്കാം. നിങ്ങൾക്ക് ഈ പാത്രത്തിൽ തന്നെ തണിയാൻ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് തണിയുന്ന ടൈം നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാം. ഫ്രൂട്ട് കസ്റ്റേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഫ്രൂട്ട്സ് വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് എടുക്കാം. വീട്ടിലുള്ള ഫ്രൂട്ട്സ് വീട്ടിൽ തീരുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പണി ഇത് തന്നെയാണ്, കുട്ടികളെ കൊണ്ട് ഫ്രൂട്ട്സ് തിന്നിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് കസ്റ്റേർഡ് ആക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ബനാന അതായത് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ചെറിയ പഴം എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എടുത്തിട്ടുണ്ട്,
ആപ്പിളും എടുത്തിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് വളരെ കുറവേ എടുത്തിട്ടുള്ളൂ, കാരണം ഒരു ഓറഞ്ചിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് പൊതുവേ ഓറഞ്ച് തീരെ ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ സ്ട്രോബെറിയും ഞാൻ ഭയങ്കര കുറവുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ ഞാൻ 1 മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നേന്ത്രപ്പഴം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ പഴം 2 എടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്രേപ്സ് ഒരു കൈപ്പിടീൻ്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ വാട്ടർമെലൺ, അതായത് ബത്തക്ക, ഞാനൊരു സ്പൂണ് വെച്ച് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ബദാമാണ്. ബദാം ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അധികമൊന്നുമില്ല, ഒരു ചെറിയ കൈപ്പിടിയിൽ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. കാരണം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഈ ഫ്രൂട്ട്സിൻ്റെ നടുക്ക് ഡ്രൈ ഫ്രൂട്ടായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു വൈറ്റ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫസ്റ്റ്. ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ. ഇനി നമ്മൾ തണിയാൻ വെച്ച് നമ്മൾ മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. തണിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ മിൽക്ക് നമ്മളെ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തണിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 to 3 hours വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അതായത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കൊരു 3 hours ശേഷം എടുത്തിട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു സെർവിങ് പ്ലേറ്റിലേക്കോ നമുക്കിത് സെർവ് ചെയ്യാം. ഒരു 2 to 3 hours വരെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങളിത് രാത്രിയാക്കിയിട്ട് രാവിലെ എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ആ ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം കറക്റ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു രാവിലെ ആക്കിയിട്ടൊരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം എടുക്കുന്നതാണെങ്കിലും കറക്റ്റായിട്ടുണ്ടാവും. മിനിമം ഒരു 3 hours എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചേ പറ്റുള്ളൂ. അതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു 3 hours വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു 3 hours മേലെ വെക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ സെർവിങ് പ്ലേറ്റിലേക്കോ മാറ്റി കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലെ അതായത് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാഫ്രോണൊക്കെ ഇട്ട് കൊടുക്കാം, ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കുട്ടികൾ എന്തായാലും തിന്നുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ ഒരു ടൈം അടിപൊളി റെസിപ്പി തന്നെയായത്. കാരണം ഈ ഒരു ചൂടിന് നമ്മളെ നാട്ടിലെ ചൂടറിയാലോ ഇപ്പോഴത്തെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയാണോ ഫ്രൂട്ട് കസ്റ്റേർഡ് ആക്കലെന്ന് പറയാൻ മറന്ന പോലെ, ഫ്രൂട്ട് കസ്റ്റേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫ്രൂട്ട്സിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾക്ക് 2-3 ഫ്രൂട്ട്സ് വെച്ചിട്ടും ഫ്രൂട്ട് കസ്റ്റേർഡ് ആക്കാൻ പറ്റും. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ എന്നോട് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നമ്മളെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.